ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 832 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള ലൂക്കോസ് 4 അധ്യായം 34 തിരുവചനമാണ്. ഭൂതം ബാധിച്ച മനുഷ്യൻ നസ്രായനായ യേശുവെ വിടു, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. ഈ തിരുവചനത്തിൽ അശുദ്ധ ഭൂതം ബാധിച്ച മനുഷ്യൻ പറയുന്നത് ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് എന്നാണ്. അവിടെ ബഹുവചനമായിട്ട് കാണുകയാണ് ഞങ്ങൾ. ഈ തിരുവചനത്തിൽ നിന്നും അശുദ്ധാത്മാവിന് യേശുതമ്പുരാനെ നന്നായിട്ട് അറിയാമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ അശുദ്ധാത്മാവ് ബാധിച്ചവൻ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു മരുന്നിൻ്റെ ഗുണങ്ങളെപ്പറ്റി വളരെ നന്നായിട്ട് അറിയാമെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു വിധമായ പ്രയോജനവും ഉണ്ടാകുവാനായിട്ട് പോകുന്നില്ല. ഇതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം. ചെറുപ്പം മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. യേശു തമ്പുരാൻ കരുണയുള്ളവനാണെന്നും ആഴത്തിൽ നമ്മെ സ്നേഹിക്കുന്നവനാണെന്നും സർവശക്തനാണെന്നും നമ്മളെ കരുതുന്നവനും വഴി നടത്തുന്നവനാണെന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ പ്രിയമുള്ളവരെ, യേശു തമ്പുരാനെ രക്ഷകനായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. യേശുതമ്പുരാനെ രക്ഷകനായിട്ട് സ്വീകരിക്കുവാനായിട്ട് സാധിക്കും എങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവന്റെ അവകാശികളായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വചനം പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും മക്കളാകുവാനുള്ള അധികാരം കൊടുത്തു എന്നാണ്. പ്രിയമുള്ളവരെ, തമ്പുരാന്റെ മക്കളായി ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവിനെ ആഴത്തിൽ വിശ്വസിക്കുവാൻ, കർത്താവിനെ കൈക്കൊള്ളുവാൻ, എൻ്റെ രക്ഷകനാണ് എന്ന് അംഗീകരിച്ച് ഏറ്റുപറയുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങയെക്കുറിച്ച് ഞങ്ങൾ ഒത്തിരി അറിഞ്ഞിട്ടുണ്ട്. അങ്ങയെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.